ഹായ് എവ്രി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് BEGC 101 ഇന്ത്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ. നമുക്കറിയാം BEGC 101 എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ ഒരു കോർ പേപ്പറാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് BEGC 101 ഇന്ത്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ. അപ്പോൾ ഈ ഒരു വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഒരു പേപ്പറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. എത്ര ബ്ലോക്കുകളാണ്, അതുപോലെ തന്നെ ഓരോ ബ്ലോക്കുകളും ഏതൊക്കെ കാര്യങ്ങളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് എന്ന് നമുക്ക് ബ്രീഫായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ BEGC 101 ഇന്ത്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ടൈറ്റിലിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എന്താണ് ടൈറ്റിൽ കൊണ്ട് മീൻ ചെയ്യുന്നത് നോക്കാം. This course introduces students to classical Indian texts that are foundational to Indian literature, drama and epic tradition. അപ്പം ഈ ഒരു പേര് സജസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇന്ത്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ. അപ്പോൾ ഇന്ത്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് BEGC 101 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എസ്പെഷ്യലി നമുക്ക് കാണാൻ സാധിക്കും ഡ്രാമ, അതുപോലെ തന്നെ എപ്പിക് ആൻഡ് പോം, അല്ലെ, ഈ ഒരു കാറ്റഗറിയിൽ പെടുന്ന വർക്കുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു BEGC 101 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് മീ എക്സ്പ്ലെയിൻ യു വാട്ട് ഈസ് ദി ഇന്ത്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ. അപ്പോൾ നമുക്കറിയാം ഇന്ത്യൻ ക്ലാസിക്കൽ മീൻസ് നമുക്കറിയാം ട്രഡീഷണൽ എന്നുള്ള അല്ലെങ്കിൽ ആൻഷ്യൻ എന്നൊക്കെ മീനിങ് നമ്മൾ സാധാരണ ക്ലാസിക്കൽ എന്നതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് നമ്മുടെ മൈൻഡിലേക്ക് വരുന്ന കാര്യങ്ങൾ, ക്ലാസിക്കൽ ഡാൻസ് ആണെങ്കിലൊക്കെ ഫസ്റ്റ് നമ്മുടെ മൈൻഡിലേക്ക് വരിക ട്രഡീഷണൽ, അതുപോലെ തന്നെ എ സെറ്റ് ഓഫ് സ്ട്രിക്റ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ഇങ്ങനെയൊക്കെയുള്ള ചില മീനിങ് ആണ് നമ്മൾ ക്ലാസിക്കൽ എന്നതുകൊണ്ട് നമ്മുടെ മൈൻഡിലേക്ക് ഫസ്റ്റ് വരുന്നത്, അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു ഇന്ത്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പം ആൻഷ്യന്റ് ലിറ്റററി വർക്ക് റിട്ടൺ ഇൻ സാൻസ്ക്രിറ്റ്, തമിഴ്, പാലി ആൻഡ് പ്രാകൃത്, അല്ലെ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, ഇന്ത്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ ഇത് ആൻഷ്യൻ ലിറ്റററി വർക്കിനെയാണ് മീൻ ചെയ്യുന്നത്. അതും ഏതൊക്കെ ലാംഗ്വേജസിൽ എഴുതപ്പെട്ടതാണ്? റിട്ടൺ ഇൻ സാൻസ്ക്രിറ്റ്, അതുപോലെ തന്നെ തമിഴ്, ദെൻ പാലി ആൻഡ് പ്രാകൃത്, അല്ലെ. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പാലി ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഇൻഡോ ആര്യൻ ലാംഗ്വേജ് ആണ്. നമുക്ക് കാണാൻ സാധിക്കും ഇന്ത്യ ഗവൺമെന്റ് ഈ ഒരു ലാംഗ്വേജിനെ ഇന്ത്യൻ ക്ലാസിക്കൽ ലാംഗ്വേജ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രാകൃത് ലാംഗ്വേജ് നമുക്ക് കാണാൻ സാധിക്കും ഒരു ഇന്ത്യൻ ക്ലാസിക്കൽ ലാംഗ്വേജ് തന്നെയാണ്. നമുക്ക് കാണാം മോഡേൺ ഇന്ത്യയിലെ പല ലാംഗ്വേജസിലേക്കും വേർഡ്സുകൾ അല്ലെങ്കിൽ ഒരുപാട് പല രൂപത്തിലും എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ലാംഗ്വേജ് ഇൻഡോ ആര്യൻ ലാംഗ്വേജ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അപ്പം സാധാരണ നമ്മൾ ആൻഷ്യൻ ലിറ്റററി വർക്ക് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്താറുള്ളത് സാൻസ്ക്രിറ്റ് ലാംഗ്വേജിലും തമിഴ്, പാലി ആൻഡ് പ്രാകൃത് ലാംഗ്വേജിൽ, ഈ ലാംഗ്വേജിൽ വരുന്ന ലിറ്റററി അല്ലെങ്കിൽ ഈ ലാംഗ്വേജസുകളിൽ എഴുതപ്പെട്ടിട്ടുള്ള ലിറ്റററി വർക്കിനെയാണ് നമ്മൾ ക്ലാസിക്കൽ ലിറ്ററേച്ചർ, എസ്പെഷ്യലി ഇന്ത്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പം ഏതൊക്കെ ജോണേഴ്സ് ആണ്, ഏതൊക്കെ ടൈപ്സ് ലിറ്ററേച്ചർ ആണ് ഈ ഒരു കാറ്റഗറി പെടുന്നത്? ഇറ്റ് ഇൻക്ലൂഡ്സ് എപ്പിക്, ഡ്രാമ, പോയട്രി ആൻഡ് ഫിലോസോഫിക്കൽ ടെക്സ്റ്റ്. അപ്പം ഈ വർക്കുകളൊക്കെയാണ് ഇന്ത്യൻ കാറ്റഗറിയിൽ നോർമൽ അല്ലെങ്കിൽ സാധാരണയായിട്ട് ഉൾക്കൊള്ളിക്കാറുള്ളത്. പിന്നെ മറ്റൊന്ന്, ഈ വർക്കുകളൊക്കെ റിഫ്ലക്ട് ചെയ്യാറുള്ളത് അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാറുള്ളത് അല്ലെങ്കിൽ പ്രസന്റ് ചെയ്യാറുള്ളത് ഇന്ത്യൻ കൾച്ചർ, വാല്യൂസ്, സ്പിരിച്വൽ ബിലീഫ്സ് ഓഫ് ഏർലി ഇന്ത്യൻ, അല്ലെ. അപ്പം ഈ ഒരു വർക്കുകളൊക്കെ ഇന്ത്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ റിഫ്ലക്ട് ചെയ്യാറുള്ളത്, ഡിസ്കസ് ചെയ്യാറുള്ളത് ഇന്ത്യൻ കൾച്ചറിനെയും വാല്യൂസിനെയും സ്പിരിച്വൽ ബിലീഫ്സിനെയും ഒക്കെ റിലീജിയനെ ഒക്കെയാണ് ഈ പല ക്ലാസിക്കൽ ഇന്ത്യൻ വർക്കുകളും റിഫ്ലക്ട് ചെയ്യാറുള്ളത്. അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ ഒരു വർക്കിൽ ഓരോ ബ്ലോക്കുകളും ഏതൊക്കെ വർക്കാണ് റിഫ്ലക്ട് ചെയ്യുന്നത് നോക്കാം, ഡിസ്കസ് ചെയ്യുന്നത് നോക്കാം. അപ്പം ബ്ലോക്ക് നമ്പർ 1 ഡിസ്കസ് ചെയ്യുന്നത് അഭിജ്ഞാന ശാകുന്തളം. അപ്പം ഈ ഒരു BEGC 101 ഫസ്റ്റ് ബ്ലോക്ക് ഡിസ്കസ് ചെയ്യുന്നത് കാളിദാസാസ് അഭിജ്ഞാന ശാകുന്തളം, അല്ലെ. അപ്പം ഇതൊരു സാൻസ്ക്രിറ്റ് പ്ലേ ആണ്, റിട്ടൺ ബൈ ദ പോയറ്റ് കാളിദാസ. അപ്പം ശ്രദ്ധിക്കാൻ, നിങ്ങൾക്ക് ബ്ലോക്ക് 1 നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ള ഫസ്റ്റ് വർക്ക് എന്ന് പറഞ്ഞാൽ സാൻസ്ക്രിറ്റ് പ്ലേ ആയിട്ടുള്ള അഭിജ്ഞാന ശാകുന്തളം, അല്ലെ, റിട്ടൺ ബൈ പോയറ്റ് കാളിദാസ. അതുപോലെ തന്നെ ഈ ഒരു വർക്ക് ഡിസ്ക്രൈബ് ചെയ്യുന്നത് അല്ലെങ്കിൽ പറയുന്നത് ടെൽസ് എ ലവ് സ്റ്റോറി ഓഫ് കിങ് ദുഷ്യന്ത ആൻഡ് ശകുന്തള. അപ്പൊ ഇതൊരു ലവ് സ്റ്റോറിയാണ്, ലവ് സ്റ്റോറി ഓഫ് കിങ് ദുഷ്യന്ത ആൻഡ് ശകുന്തള. നോൺ ഫോർ ഇറ്റ്സ് പോയറ്റിക് ബ്യൂട്ടി, യൂസ് ഓഫ് നെറേറ്റീവ് നേച്ചർ, ഇമേജറി ആൻഡ് ഇമോഷണൽ ഡെപ്ത്. ഇതിന്റെ മറ്റൊരു പ്രത്യേകത, ഈ
ഒരു മെജോറിറ്റി ഇൻസിഡന്റ് നമുക്ക് കാണാൻ സാധിക്കും നേച്ചർ അല്ലെ, നേച്ചറുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കാണാം. അഭിജ്ഞാന ശാകുന്തളം ഈ സ്റ്റോറി സെറ്റ് ചെയ്തിട്ടുള്ളത് ഫോറസ്റ്റിലാണ്. അപ്പം ഇത് ഒരു നേച്ചറിനെ എന്ത് ചെയ്യുന്നുണ്ട്, വളരെ മനോഹരമായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇമോഷണൽ ഡെപ്ത് അല്ലെ, ആളുകൾ തമ്മിലുള്ള ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് നമുക്ക് ത്രൂ ഔട്ട് ഈ ഒരു വർക്കിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇത് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്ന തീമുകൾ, സബ്ജക്ട് മാറ്റേഴ്സ് എന്ന് പറയുന്നത് ലവ്, മെമ്മറി, ഫെയ്റ്റ് ആൻഡ് ഫോർഗീവ്നെസ്. അപ്പൊ ഇത് നമ്മൾ ഓരോ തീമുകളും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ബ്ലോക്ക് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത്, ബ്ലോക്കിൽ ഓരോ യൂണിറ്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ടോപ്പിക്കുകളൊക്കെ കുറച്ചും കൂടെ ക്ലിയർ ആക്കി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പം വൺ ഓഫ് ദി ബെസ്റ്റ് എക്സാമ്പിൾസ് ഓഫ് ക്ലാസിക്കൽ സാൻസ്ക്രിറ്റ് ഡ്രാമ. അപ്പം ഇത് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചുള്ള ബ്ലോക്ക് നമ്പർ 1 ഡിസ്കസ് ചെയ്യുന്നത് അഭിജ്ഞാന ശാകുന്തള, റിട്ടൺ ബൈ കാളിദാസ. രണ്ടാമത്തെ ബ്ലോക്ക് ഡിസ്കസ് ചെയ്യുന്നത് വ്യാസാസ് മഹാഭാരത. അല്ലെ, അതൊക്കെ നമുക്ക് ഓൾറെഡി പല സ്റ്റോറീസ് നമുക്ക് ഫെമിലിയർ ആണ്. അപ്പോൾ പഠിക്കാൻ ഇത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാവില്ല, കാരണം ഇതുമായി ബന്ധപ്പെട്ട ബേസിക് നോളജുകളെല്ലാം തന്നെ നമുക്ക് ഓൾറെഡി ഉണ്ട് അല്ലെ. അപ്പൊ നോക്കാം നമുക്ക് എന്താണ് വൺ ഓഫ് ദി 2 ഗ്രേറ്റസ്റ്റ് ഇന്ത്യൻ എപ്പിക്സ്. ഇല്ല, ഇന്ത്യൻ എപ്പിക്കുകളിൽ അല്ലെ പറയപ്പെടുന്ന ആളുകൾ എല്ലാ സമയത്തും നോർമൽ ആയിട്ട് ഫേമസ് ആയിട്ടുള്ള 2 ഇന്ത്യൻ എപ്പിക്കുകളാണ് മഹാഭാരത ആൻഡ് അതുപോലെ തന്നെ മഹാഭാരത ആൻഡ് രാമായണ അല്ലെ. ഈ 2 വർക്കാണ് നമുക്കറിയാം ഗ്രേറ്റ് ഇന്ത്യൻ എപ്പിക്കുകൾ എന്ന് അറിയപ്പെടുന്നത് അല്ലെ. എപ്പിക് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും മഹാകാവ്യങ്ങളെയാണ് നമ്മൾ സാധാരണ എപ്പിക് എന്ന് പറയുന്നത് അല്ലെ. എപ്പിക്കിന്റെ ഓരോ ഫീച്ചേഴ്സും നമ്മൾ 1 by 1 ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. തൽക്കാലം ഇത്രയും ബേസിക് കാര്യങ്ങൾ ഓർത്ത് വെക്കുക. രണ്ടാമത്തെ ബ്ലോക്ക് ഡിസ്കസ് ചെയ്യുന്നത് മഹാഭാരത, റിട്ടൺ ബൈ വ്യാസ. ഫോക്കസ് ഈസ് ഓൺ ദ സ്റ്റോറി ഓഫ് ദി കൗരവാസ് ആൻഡ് പാണ്ഡവാസ്. ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ്. ഈ ഒരു മഹാഭാരത ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റോറി ഓഫ് ദി കൗരവാസ് ആൻഡ് പാണ്ഡവാസ്. ഇറ്റ് കമ്പൈൻസ് ദി മൈത്തോളജീസ് ആൻഡ് ഫിലോസഫി ആൻഡ് മോറൽ തെളിമാസ് അല്ലെ. അപ്പൊ ഇത് ഡിസ്കസ് ചെയ്യുന്നത് മൈത്തോളജി ഉണ്ട്, റിലീജിയൻ ഉണ്ട്, ഫിലോസഫി ഉണ്ട് അല്ലെ, അതുപോലെ തന്നെ പിന്നെ മോറൽ തെളിമാസ്. ഈ തരം ടോപ്പിക്കുകളൊക്കെയാണ് ഇതിൽ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. മൂന്നാമത്തെ ബ്ലോക്ക് ഡിസ്കസ് ചെയ്യുന്നത് മിർച്ച കാർത്തിക. മിർച്ച, ശ്രദ്ധിക്കുക, ഇത് സാൻസ്ക്രിറ്റ് ടേം ആണ്. മിർച്ച കാർത്തിക. മിർച്ച കാർത്തിക മീൻസ് ദ ലിറ്റിൽ ക്ലേ കാർട്ട്. ഓക്കെ, അപ്പം ഈ ഒരു വർക്ക് നോട്ട് ചെയ്ത് വെച്ചോളാം. ഇറ്റ് ഈസ് എ 10 act സാൻസ്ക്രിറ്റ് ഡ്രാമ ആട്രിബ്യൂട്ടഡ് ടു കിങ് ശൂദ്രക. അപ്പം നോട്ട് ചെയ്ത് വെച്ചോളൂ, ഇതൊരു സാൻസ്ക്രിറ്റ് ഡ്രാമയാണ്. ഇത് സാധാരണ ഇത് ആട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത് ആരാണ് എഴുതിയിട്ടുള്ളത് എന്ന് പറയപ്പെടുന്നു, കിങ് ശൂദ്രക. ഓക്കെ, സെന്റേഴ്സ് അറൌണ്ട് ദി പുവർ ബ്രാഹ്മിൻ ചാരുദത്ത ആൻഡ് ദ റിച്ച് കോർട്ടിസാൻ വാസ ദ സീന. ഓക്കെ, അപ്പം കോർട്ടിസാൻസ് എന്ന് പറഞ്ഞ പ്രോസ്റ്റിറ്റ്യൂട്ട് ആണ്. എസ്പെഷ്യലി കോർട്ടിസാൻസ് മീൻസ് ഹു വാസ് ബോൺ ഇൻ എ ഹയർ എക്കണോമിക്കലി അല്ലെങ്കിൽ വെൽ നോൺ ഫാമിലിയിലായിരിക്കും ജനിച്ചിട്ടുണ്ടാവുക. പക്ഷേ പ്രോസ്റ്റിറ്റ്യൂട്ട് ആണ്, എസ്പെഷ്യലി ഫോർ ദി മണി അല്ലേ. അപ്പോൾ പ്രോസ്റ്റിറ്റ്യൂട്ട് പ്രൊഫഷനായിട്ട് അക്സെപ്റ്റ് ചെയ്ത് കാശിന് വേണ്ടി പ്രോസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന ആളുകൾക്കാണ്, സ്ത്രീക്കാണ് നമ്മൾ സാധാരണ കോർട്ടിസാൻസ്. അപ്പം ഈ ഒരു വർക്ക് ഡിസ്കസ് ചെയ്യുന്നത് ഒരു പുവർ ബ്രാഹ്മൺ ആയിട്ടുള്ള ചാരുദത്തയും അതുപോലെ തന്നെ ഒരു റിച്ച് കോർട്ടിസാൻ തമ്മിലുള്ള അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്റ്റോറിയാണ് അല്ലെ. ഈ ഒരു വർക്കും റിഫ്ലക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യുന്ന മേജർ തീംസ് എന്ന് പറയുന്നത് ലവ്, സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് മൊറാലിറ്റി. അപ്പം മറ്റൊരു പ്രത്യേകത, ഇറ്റ് വാസ് യുണീക്ക് ഫോർ, അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത, യുണീക്ക് ഫോർ ദ പോർട്രേയിങ് കോമൺ പീപ്പിൾ ആൻഡ് എവറിഡേ ലൈഫ് അല്ലെ. മറ്റൊരു പ്രത്യേകത ആയിരുന്നു ഇത്. ഈ ഒരു വർക്ക് നമുക്ക് കാണാൻ സാധിക്കും ശൂദ്രകയുടെ മൃച്ഛകാത്തിക എന്ന് പറയുന്ന ഒരു വർക്കും നമുക്ക് കോമൺ എവറിഡേ ലൈഫാണ് നമുക്ക് ഇതിലൂടെ കാണാൻ സാധിക്കും. നമ്മൾ മെജോറിറ്റി ക്ലാസിക്കൽ വർക്ക് അല്ലെ, അതിനുശേഷം വരുന്ന ഷേക്സ്പീരിയൻ ആണെങ്കിലും ഇതുപോലെയുള്ള വർക്കൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ മെജോറിറ്റി ക്യാരക്ടേഴ്സും ആരായിരുന്നു, കിങ്ങുമാരായിരുന്നു അല്ലെ, റോയൽ ഫാമിലീസ് ഒക്കെ ആയിരുന്നു അല്ലെ, ഡ്യൂക്കുമാരൊക്കെ ആയിരുന്നു. എന്നാൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഈ മൃച്ഛകാത്തിക എന്ന് പറയുന്ന ഒരു വർക്ക് റിഫ്ലക്ട് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത് കോമൺ ആളുകളുടെ എവറിഡേ ലൈഫായിരുന്നു. ഓക്കെ, പിന്നെ ഫോർത്ത് ബ്ലോക്കാണ്, നാലാമത്തെ ഫൈനൽ ബ്ലോക്ക്
അതിൻ്റെ പേരാണ് സിലപ്പതികാരം. സിലപ്പതികാരം എന്ന് പറയുന്നത് നോട്ട് ചെയ്ത് വെച്ചുള്ള 1 of the 5 great epics of Tamil literature. അപ്പം ഈ ഒരു സിലപ്പതികാരം എന്ന് പറയുന്ന ഈ ഒരു ബുക്ക് റിട്ടൺ ഇൻ തമിഴ് ലിറ്ററേച്ചർ അല്ലെ, തമിഴ് ലിറ്ററേച്ചറിൽ എഴുതപ്പെട്ടതാണ്. അതും 1 of the 5 great epics അല്ലെ. എപ്പിക് എന്താണ്, എപ്പിക്കിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും, വരുന്ന വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. തൽക്കാലം നോട്ട് ചെയ്ത് വെച്ചോളൂ. 4th ബ്ലോക്ക് ഡിസ്കസ് ചെയ്യുന്നത് സിലപ്പതികാരം എന്ന് പറയുന്ന ഒരു എപ്പിക്കാണ്, റിട്ടൺ ഇൻ തമിഴ് ലിറ്ററേച്ചർ, റിട്ടൺ ബൈ ഇലാങ്കോ അഡിഗാൽ, എ ജെയിൻ മോങ്കാണ് അല്ലെ, ജെയിൻ മോങ്കാണ് ഈ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ജെയിൻ പ്രീസ്റ്റ് ആണ് ഇത് എന്ത് ചെയ്തിട്ടുള്ളത്, ജൈന മതത്തിലെ ജെയിൻ പ്രീസ്റ്റ് ആണ് ഈ ഒരു വർക്ക് എഴുതിയിട്ടുള്ളത്. ഇറ്റ് ടെൽസ് ദി സ്റ്റോറി ഓഫ് കണ്ണകി ആൻഡ് കോവലൻ അല്ലെ. അപ്പം ഈ ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഈ ഒരു എപ്പിക്ക്, തമിഴ് എപ്പിക്ക് ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റോറി ഓഫ് ലവ്, സ്റ്റോറി ഓഫ് കണ്ണകി ആൻഡ് കോവലൻ. എ ടെയിൽ ഓഫ് ലവ്, ബിട്രയൽ ആൻഡ് ജസ്റ്റിസ്. ഇതാണ് ഈ ഒരു വർക്കിന്റെ പ്രധാനപ്പെട്ട തീം എന്ന് പറയുന്നത്, ലവ്, ബിട്രയൽ ആൻഡ് ജസ്റ്റിസ്. അതുപോലെ തന്നെ ഈ ഒരു വർക്കിന്റെ പ്രത്യേകത, ദിസ് വർക്ക് ഹാസ് എ സ്ട്രോങ് ഫീമെയിൽ ക്യാരക്ടർ. ഇതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. കണ്ണകി എന്ന് പറയുന്നത് ബിക്കം ദ സിംബൽ ഓഫ് ജസ്റ്റിസ് അല്ലെ. അപ്പം ഒരു സ്ട്രോങ് വുമൺ ക്യാരക്ടർ ആയിരുന്നു ഈ ഒരു വർക്കിന്റെ പ്രത്യേകത. അപ്പം ഇറ്റ് ഹൈലൈറ്റ്സ് ദ തമിഴ് കൾച്ചർ ആൻഡ് മോറൽ വാല്യൂ. തമിഴ് ലൈഫും തമിഴ് കൾച്ചറും തമിഴ് മോറൽ വാല്യൂസ് ഒക്കെ റിഫ്ലക്ട് ചെയ്യുന്ന രൂപത്തിലായിരുന്നു ഈ ഒരു സിലപ്പതികാരം അദ്ദേഹം ഫ്രെയിം ചെയ്തിട്ടുള്ളത്. അപ്പം ശ്രദ്ധിക്കുക, ഈ ഒരു വർക്കിൽ ടോട്ടലി 4 ബ്ലോക്കുകളാണ് വരുന്നത്. ഫസ്റ്റ് ബ്ലോക്ക് ഡിസ്കസ് ചെയ്യുന്നത് കാളിദാസാസ് അഭിജ്ഞാന ശാകുന്തളം, ബ്ലോക്ക് നമ്പർ 2 വ്യാസാസ് മഹാഭാരത, ബ്ലോക്ക് നമ്പർ 3 ശൂദ്രകാസ് മൃച്ഛകാർത്തിക, 4th ബ്ലോക്ക് സിലപ്പതികാരം. ഇത്രയാണ് ഈ ഒരു BEGC 101 കവർ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഓരോ ബ്ലോക്കുകളും നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്, കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എനിവേ, നൗ ലെറ്റ് മീ സ്റ്റോപ്പ് ഹിയർ. ഹാവ് എ നൈസ് ഡേ.